ഒമാൻ ബർക്കയിലെ ഹെൽത്ത് വില്ലേജിൽ സൗരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. ഗ്രാമീണ മേഖലയിലെ താമസക്കാർക്ക് ആശ്വാസമാകുന്നതാണ് പദ്ധതി. വിവിധ മേഖലയിലെ വിദഗ്ധർ യോഗം ചേർന്ന പദ്ധതിയുടെ നടത്തിപ്പിന്റെ വിശദാംശങ്ങൾ വിലയിരുത്തി. ബർക്ക വിലായത്തിലെ അൽ ഗുവൈറത്ത് ഹെൽത്ത് വില്ലേജിൽ സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കമായത്. ബർക്ക ഗവർണർ സയ്യിദ് താരിഖ് ബിൻ മഹമ്മൂദ് ബിൻ അലി അൽ ബുസായിദിയുടെ ഓഫീസിൽ ഇതു സംബന്ധിച്ച പ്രാരംഭ യോഗം ചേർന്നു. നാമ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് യോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത്. സർക്കാർ സ്ഥാപന പ്രതിനിധികൾ, കമ്മ്യൂണിറ്റി സ്ഥാപന മേധാവികൾ, മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നാമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെയും കരാറുകാരായ അൽ ഹൊർസാൻ അൽ അസ്ര കമ്പനിയുടെയും മാനേജ്മെന്റ് പ്രതിനിധികളും എഞ്ചിനീയർമാരും യോഗത്തിനെത്തി. ഗുണഭോക്തൃ കുടുംബങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ ഗണ്യമായി കുറയ്ക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് യോഗം വിലയിരുത്തി. പ്രാദേശിക സമൂഹത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായിക്കും. ഒമാൻ വിഷൻ 2040യുടെ ഭാഗമായുള്ള ഹരിത ഊർജ്ജമെന്ന ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതാണ് പദ്ധതി. സോളാർ വൈദ്യുതിക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നൽകുന്ന വൈദ്യുതിയുടെ അതേ നിരക്കാണ് രാജ്യത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യത്തെ സ്വദേശികളും പ്രവാസികളും സ്വന്തം സ്ഥാപനങ്ങളിലും വീടുകളിലും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.